കോൺഗ്രസ് പാർട്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അതിൻ്റെ ഘടകങ്ങളോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഉത്തരവാദികളെ അല്ല. കാരണം അയാളുടെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് തൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചത് കൊണ്ട് മാത്രമാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അടിസ്ഥാനപരമായിട്ട് കോൺഗ്രസ് രാഷ്ട്രീയവും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയും തമ്മിൽ യാതൊരു ബന്ധമില്ല. അഭിലാഷ്, ഇത് ഈ കേസിൻ്റെ പൊളിറ്റിക്കൽ ഡയമെൻഷൻ ഏറെക്കുറെ അവസാനിച്ചു കഴിഞ്ഞു. ഈ കേസിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ ഏറെക്കുറെ അവസാനിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ആ വ്യക്തി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാവല്ല. സാങ്കേതികമായി അയാൾ തിരഞ്ഞെടുക്കപ്പെട്ടത് കൊണ്ട് മാത്രം MLA ആയി തുടരുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ മാനങ്ങൾ ഇതിൽ ഇമ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുന്നത് അത്ര ശരിയാകുമെന്ന വിശ്വാസം എനിക്കില്ല. കാരണം കോൺഗ്രസ് പാർട്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അതിൻ്റെ ഘടകങ്ങളോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഉത്തരവാദികളെ അല്ല. കാരണം അയാളുടെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് തൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചത് കൊണ്ട് മാത്രമാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അടിസ്ഥാനപരമായിട്ട് കോൺഗ്രസ് രാഷ്ട്രീയവും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയും തമ്മിൽ യാതൊരു ബന്ധമില്ല. അയാൾ ആ പാർട്ടിയിൽ ഉണ്ടായ ഇടവേളകളിൽ അയാൾക്കുണ്ടായിരുന്ന അധികാരവും അയാൾക്കുണ്ടായിരുന്ന സ്ഥാനങ്ങളും അയാളുടെ സ്വന്തം ലക്ഷ്യപൂർത്തീകരണത്തിനായി ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമേ ഞാനിതിൽ കാണുന്നുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ അയാളൊരു സെക്ഷൽ പ്രൊഡക്ടർ ആണെന്നാണ് നമുക്ക് ഇതുവരെ കാണാൻ കഴിയുന്നത്. ഈ വന്ന കേസുകളെ തുടർന്നുള്ള അറസ്റ്റും അതിൻ്റെ മറ്റ് FIRും മറ്റ് നടപടികളും ആരോപണങ്ങളുടെയും ആ ഒരു ഭാഷയും ആ ഒരു രീതിയും മനസ്സിലാക്കുമ്പോൾ ഇയാളൊരു സെക്ഷൽ പ്രൊഡക്ടറാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ സെക്ഷൽ പ്രൊഡക്ടർക്ക് നിയമം അനുശാസിക്കുന്ന ഒരു ശിക്ഷയുണ്ടല്ലോ, അത് ആ കേസ് വിചാരണയ്ക്ക് വന്ന് തെളിഞ്ഞു കഴിയുമ്പോൾ അയാൾ കുറ്റക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ അയാൾക്കെതിരെ തെളിവുണ്ടെങ്കിൽ, കുറ്റക്കാരനാണെന്നല്ല, അയാൾക്കെതിരെ തെളിവുണ്ടെങ്കിൽ എന്നാണല്ലോ ലീഗൽ ഒരു ലാംഗ്വേജ്, അങ്ങനെയുള്ള ലീഗൽ ഫ്രെയിം. അയാൾക്കെതിരെ കുറ്റം ചെയ്തു എന്നുള്ള തെളിവുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടട്ടെ. കുറ്റം ചെയ്തു എന്നുള്ള തെളിവില്ലെങ്കിൽ അയാൾ ചിലപ്പോൾ വിട്ടുപോയേക്കാം. പക്ഷേ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വെച്ചൊരു രാഷ്ട്രീയ സംസ്കാരം, ആ സംസ്കാരം തുടങ്ങിയെടുത്ത് തന്നെ അവസാനിച്ചു എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ്, വളരെ സന്തോഷകരമായ കാര്യമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് അറിയില്ലായിരുന്നു. വസന്തിനൊക്കെ പിന്നെ എനിക്കറിയാം പേഴ്സണലായിട്ട്, ഇദ്ദേഹത്തെ എനിക്ക് പേഴ്സണലായിട്ട് അറിയില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു പെട്ടെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയപ്പോൾ, അതിനുശേഷം ഒരു ഇലക്ഷനിലൂടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോഴൊക്കെ വിദ്യാർത്ഥി കാലത്തും ചെറുപ്പകാലത്തൊക്കെ ഈ സംഘടനയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളെന്ന നിലയിൽ എനിക്ക് വലിയ അത്ഭുതവും വിസ്മയവും തോന്നി. എങ്ങനെയാണ് ഈ വ്യക്തി പെട്ടെന്ന് ഈ കോൺഗ്രസിൻ്റെയും അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ നേതൃനിരയിലേക്ക് കടന്നു വന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ അത്ഭുതം തോന്നി. അപ്പോൾ ഞാൻ അന്വേഷിക്കുമ്പോൾ അറിയാൻ കഴിഞ്ഞ ചില 1-2 ആളുകളുടെ ഒരു സ്വാധീന വലയത്തിലാണ് ഇയാൾ ഈ നേതൃസ്ഥാനത്തേക്ക് വന്നതെന്നൊക്കെ. ഞാൻ അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിനെക്കുറിച്ചൊന്നും കടക്കുന്നില്ല. പക്ഷേ ഈ രാഹുലിനെ പോലെ ആളുകൾ മുന്നോട്ട് വച്ചിരുന്ന അല്ലെങ്കിൽ അവർ ഹൈലൈറ്റ് ചെയ്തിരുന്ന ആ ഒരു രാഷ്ട്രീയ സംസ്കാരം അതൊരിക്കലും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് യോജിച്ചതേ ആയിരുന്നില്ല. എന്നാൽ ഇടക്കാലത്ത് ആ ഒരു രാഷ്ട്രീയ സംസ്കാരത്തിന് ഒരു അംഗീകാരം കിട്ടുന്നൊരവസ്ഥ വന്നു. അത് കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെ ചില പ്രശ്നങ്ങൾ മൂലമായിരുന്നു. എന്നാൽ ഭാഗ്യവശാൽ തന്നെ ആ ഒരു രാഷ്ട്രീയ സംസ്കാരം മുളയിലെ നുള്ളപ്പെടുകയും ഇയാൾക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ തന്നെ കോൺഗ്രസ് പാർട്ടി ഇയാളെ സസ്പെൻഡ് ചെയ്യുകയും കേസ് വന്നപ്പോൾ തന്നെ ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തതോടുകൂടി ആ പാർട്ടിക്ക് ചെയ്യാവുന്ന ധാർമ്മികതയുടെ അങ്ങേയറ്റം ആ പാർട്ടി കാണിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വളരെ കൃത്യമായി അത് എല്ലാ കോൺഗ്രസ് നേതാക്കളും ആലോചിച്ചൊരു തീരുമാനമാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, അയാൾക്കെതിരെ കോൺഗ്രസ് എടുത്ത നടപടി 100% ധാർമ്മികത ആയതുകൊണ്ട് ഇനിയൊരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ ഇല്ല. ഇതിനുള്ള ഡയമെൻഷൻ എന്ന് പറയുന്നത് ലീഗലായിട്ടും മോറലായിട്ടുള്ള ഡയമെൻഷനാണ്. അത് നോക്കേണ്ടത് കോടതിയാണ്, പോലീസാണ്. അതിലെന്തെങ്കിലും ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായം പറയേണ്ട ആവശ്യവുമില്ല. ശരി.